നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഇന്ത്യയുടെ ഒരു പടം ഉണ്ടായിരിക്കട്ടെ. ആ പടത്തിൽ കൈവച്ച കേരളം അനുഗ്രഹിക്കപ്പെടണം, തമിഴ്നാട് അനുഗ്രഹം പ്രാപിക്കണം, കർണാടക അനുഗ്രഹം പ്രാപിക്കണം, ആന്ധ്രാപ്രദേശ് അനുഗ്രഹം പ്രാപിക്കണം, മഹാരാഷ്ട്ര. ഓരോരുത്തർക്കും കൈവച്ച ഒരു പടം അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, ഒരു പടം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കട്ടെ, ഒരു ഇന്ത്യയുടെ പടം. ആ പടത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ പ്രാർത്ഥിക്കുന്നതും കൈവച്ച് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? 4 കാരണങ്ങൾ പറയുവാൻ പോവുകയാണ്. അവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടട്ടെ. സകലരും ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടട്ടെ. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ മനസ്സാന്തരപ്പെട്ടു. നമുക്കിന്ന് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ ഒരു ഉണർവ് കണ്ടിട്ടില്ല. ഇതുവരെ ഇന്ത്യയിൽ ഉണർവുണ്ടായിട്ടില്ല. അവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു, ഇവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു. ഇതുവരെ ഉണർവുണ്ടായിട്ടില്ല. ഈ 2000 വർഷമായിട്ട് അതുപോലെ ഒരു ഉണർവുണ്ടായിട്ടില്ല. ഇന്ത്യ 2 ഇടത്ത് ഉണർവുണ്ടായിട്ടുണ്ട്. എവിടെയാണ്? ഒന്ന് മിസോറാമിൽ, നാഗാലാൻഡിൽ. ഭാരതം ദൈവത്തിന് വേണ്ടി നേടുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. രണ്ടാമത്തെ കാര്യം, അവിടെ ഭരിക്കുന്നവർ മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ സകലരും നീതിയും ന്യായത്തോടെയും ദേശത്തെ ഭരിക്കുവാൻ. എവിടെയെങ്കിലും നീതിയും ന്യായം നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ? ഇല്ല, എങ്ങുമില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് നീതിയും ന്യായവുമായിട്ട് നടത്തുവാൻ മുഖ്യമന്ത്രിമാർക്ക് കഴിവ് കൊടുക്കണമേ. എൻ്റെയൊക്കെ ചിലർ ചോദിക്കും, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തോ നടന്നു? ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നേ, ഇല്ലെങ്കിൽ എന്നേ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. അവർ നീതിയും ന്യായത്തോടും കൂടെ ദേശത്തെ ഭരിക്കട്ടെ.